ഈ ഒരു കവാടം കാണുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഈ സ്ഥലം ഏതാണ്. നമ്മൾ മഹാനായ CM വലിയുള്ളാഹിൻ്റെ ചാരത്ത് കണ്ട ഇന്നത്തെ യാത്ര പോകുന്നത്. വെള്ളിയാഴ്ച ജുമ അവിടെ നിസ്കരിച്ചിട്ട് ഒന്ന് സിയാറത്ത് ചെയ്തിട്ട് ഇറങ്ങാൻ നല്ല ഉദ്ദേശത്തിലാണ് രാവിലെ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ഏകദേശം ജുമാൻ്റെ സമയമായിട്ടുണ്ട്. പാർക്കിംഗ് ഒക്കെ ഏകദേശം ഫുള്ളാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. കോഴിക്കോട് ജില്ലയിലെ നരിക്കുനിക്കടുത്ത് മടവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനായ CM വലിയുള്ളാഹി അന്ത്യവിശ്രമം കൊള്ളുന്നത് കേട്ടോ. ഈ ഒരു പള്ളിയും അതിൻ്റെ കൂടെ തന്നെ ആ മക്ബറയും സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അധിക വെള്ളിയാഴ്ച ഇവിടെ തന്നെയാണ് ജുമാക്ക് എത്തിപ്പെടൽ. ആഴ്ചയിൽ മാസത്തിൽ എന്തായാലും 2 വെള്ളിയാഴ്ച എന്നാലും മക്കമ്മ കൂടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു കുളമാണ് കേട്ടോ. ഇത് പൈസ ഒക്കെ ആൾക്കാരിടുന്നൊരു കുളമാണ് കാണുന്നത്. ഇപ്പോൾ ഈ കുളം മൂടി പിടിപ്പിച്ചിട്ട് അതിൻ്റെ നടുക്കൂടെ ഒരു പാലൊക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ വെച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പഴയ കാലത്തെ മക്കാമിനേക്കാളും ഇപ്പം ഒന്ന് വിപുലീകരിച്ച് സൗകര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി സന്ദർശകർക്ക് പ്രാർത്ഥിക്കാനും സിയാറത്ത് ചെയ്യാനൊക്കെ എല്ലാവിധ സൗകര്യങ്ങളൊക്കെ കമ്മിറ്റി ഏർപ്പാട്ടിട്ടുണ്ട്. ജുമ കഴിഞ്ഞതിന് ശേഷം ആണ് ഒരു കൂട്ടപ്രാർത്ഥന ഉണ്ടാവും. അത്യാവശ്യം നല്ല ആളുകളൊക്കെ സംബന്ധിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടോ. അതിലൊന്ന് ഭാഗവാക്കാവാൻ കഴിയാൻ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇത് മഹാനവറുകളെ ഉമ്മൻ്റെ ഖബറാണ് കേട്ടോ. ഈ മക്ബറയിലേക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടി കയറുന്നതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് കാണാം ഒരു ഖബറിൻ്റെ ഒരു അടയാളം. അതിൻ്റെ നേരെ തൊട്ട് മുമ്പിലുള്ള മാർക്കറ്റ് കേട്ടോ കാണുന്ന. ഒരുപാട് തസ്ബീഹ് മാലകൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഈ ഒരു മക്കാമായി ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ ജീവിതമാർഗം കണ്ടെത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ മക്കാമിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആ ഷോപ്പുകളൊക്കെ ഒന്ന് കണ്ട് ഒരുപാട് നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വീടുകളിലൊക്കെ വെക്കുന്ന ബോർഡുകൾ അങ്ങനത്തെ മാഷാ അല്ലാഹ് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഒരുപാട് ബുക്കുകൾ, ചരിത്രങ്ങൾ പഠിക്കാനുള്ള ഇസ്ലാം കാര്യങ്ങൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ഐറ്റംസ് മിഠായികൾ അങ്ങനെ എന്തെല്ലാമൊക്കെ നമുക്ക് മോതിരങ്ങൾ, നമ്മുടെ വെള്ളിയുടെ മോതിരങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഒത്തിരി കടകളുണ്ട് കേട്ടോ അവിടെ. ആ ഒരു 2-3 ലെയറായിട്ട് ഒരുപാട് കടകൾ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തിരക്കൊന്നുമില്ല. പക്ഷേ ഈ ഒരു സീസൺ സമയമാകുമ്പോൾ ഈ ഉറൂസിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ടൊന്നും അടുക്കാൻ കഴിയാത്തൊരു ജനക്കൂട്ടായിട്ട് അവിടെ ഉണ്ടായാലുള്ളൂ. നമ്മൾ ഒരു ഭാഗത്ത് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അവിടെ മാത്രമേ ഒന്ന് കാണിക്കുന്നുള്ളൂ. ഒരുപാട് മോതിരങ്ങൾ, നല്ല കല്ല് വെച്ച വെള്ളി മോതിരങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കല്ലുകളൊക്കെ നമുക്ക് അവിടെ വാങ്ങിക്കാൻ പറ്റും. അവിടെ തന്നെ ഒരു വെള്ളിയിൽ കെട്ടിയിട്ട് നമുക്ക് തരും കേട്ടോ മോതിരങ്ങളൊക്കെ. പിന്നെ കീ ചെയിനുകൾ, നമ്മൾ വണ്ടിയിലൊക്കെ തൂക്കുന്ന ഐറ്റംസ്, മാലകൾ, അങ്ങനെ ഒത്തിരി ഐറ്റംസുകൾ നമുക്ക് അവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഒത്തിരി ബോർഡുകളുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ മാഷാ അല്ലാഹ് സ്റ്റിക്കർ അങ്ങനത്തെ എന്തൊക്കെ എഴുതിയിട്ടുള്ള അടിപൊളി സ്റ്റിക്കറുകൾ, അതുപോലെ ബോർഡ് ഫ്രെയിം ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ മുമ്പിലൊക്കെ തൂക്കാൻ പറ്റുന്നത്. പിന്നെ ഒരുപാട് കിതാബുകളുണ്ട് സംസ്കാരത്തിൻ്റെ. അതേപോലെ നമ്മളെ ഓരോ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുള്ള ബുക്കുകളൊക്കെ അവിടെ കിട്ടും. പിന്നെ ചരിത്രങ്ങൾ ഒരുപാട് ആൾക്കാരെ. ഇനി നമുക്ക് മക്കാമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സിയാറത്തൊക്കെ ചെയ്തിട്ടാണ്. شيخ صيام العلي رضي الله عن الولي كن معهم قوي العلي നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. എല്ലാവരെയും നമ്മൾ കുടുംബത്തിനെ അവരെ പൊരുത്തത്തിലാക്കി തരണം. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم أزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام هذا صراط مستقيم ولقد أضل
جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم കനവിലെങ്കിലും മാമലർപ്പോ വദനം കാണുവാനുടയോടെ കരളിനുള്ളിലേറിയും നോവുകൾ ഇരുത്തൂത്തായൻ പെരിയോനെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എൻ്റെ കൈകളെ കൊണ്ടാമേനിൽ തൊട്ടിരുന്നെങ്കിൽ യാ നബി എൻ്റെ ചുണ്ടുകൾ കൊണ്ടാറോമയിൽ ഒത്തിയെങ്കിലോ സയ്യിദി അസ്സലാത്തു വസ്സലാം അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാം. നമ്മൾ സിയാറത്തൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി തിരിച്ചു പോവാണ്. അപ്പോൾ ഈ അങ്ങാടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇതാണ് നമ്മളെ പള്ളിത്തായ അങ്ങാടി. ഈ അത്യാവശ്യം ആളുകളും തിരക്കുകളൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് ഷോപ്പുകൾ അങ്ങാടിയിലുണ്ട്. പിന്നെ വലിയൊരു ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ പുറമെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും സിയാറത്തിന് വേണ്ടി എത്തിപ്പെടുന്നൊരു സ്ഥലമാണ് കേട്ടോ മടവൂർ. അപ്പോൾ പോകാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് സിയാറത്ത് ചെയ്തിട്ട് പോകാൻ പറ്റുന്നവരൊക്കെ പോയിക്കുക. ഇത് മടവൂർ CM സെൻ്ററാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.